പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാക്കു പറഞ്ഞവൻ മാറുകില്ല. നിശ്ചയം നിശ്ചയം അതു നിശ്ചയം, വാഗ്ദത്തം തന്നവനകലുകില്ല. പ്രാർത്ഥിച്ചാൽ ഉത്തരമുണ്ട്, യാചിച്ചാൽ മറുപടിയുണ്ട്, മുട്ടിയാൽ തുറന്നിടും, ചോദിച്ചാൽ ലഭിച്ചിടും അതു നിശ്ചയം. ഹല്ലേലൂയ. നമ്മുടെ പ്രാർത്ഥനകൾക്ക് മറുപടിയുണ്ട്. പ്രാർത്ഥിച്ചാൽ അതിന് ഉത്തരമുണ്ട്, യാചിച്ചാൽ അതിന് മറുപടി ഉണ്ട്, മുട്ടിയാൽ തുറക്കുന്ന ഒരു വാതിലുണ്ട്, ചോദിച്ചാൽ ലഭിക്കും. ചോദിക്കേണ്ടവനോട് ചോദിച്ചാൽ ലഭിക്കും, പ്രാർത്ഥിക്കേണ്ടവനോട് പ്രാർത്ഥിച്ചാൽ അതിന് മറുപടി ലഭിക്കും, യാചിക്കേണ്ടവനോട് യാചിച്ചാൽ അതിന് ഉത്തരം ലഭിക്കും. മുട്ടിയാൽ യാചിക്കേണ്ടടുത്ത് മുട്ടേണ്ടടുത്ത് മുട്ടിയാൽ ആ വാതിൽ തുറക്കപ്പെടും. മുട്ടിയാൽ തുറക്കപ്പെടുന്ന ഒരു സ്ഥലമുണ്ട്. ഹല്ലേലൂയ. എസ്തേറിൻ്റെ പുസ്തകത്തിൽ നാം കാണപ്പെടുന്ന ഒരു കഥാപാത്രമാണ്, പ്രധാന കഥാപാത്രമാണ് എസ്തേർ. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ ഒരു സ്ത്രീയുടെ പേരാണ് എസ്തേർ. എസ്തേറിനെ കുറിച്ചുള്ള ഒരു യഹൂദ ജാതിയെക്കുറിച്ചുള്ള ചരിത്രമാണെങ്കിലും അവിടെ എസ്തേർ എന്ന് പറയുന്നതായ പെൺകുട്ടിയിൽ നിന്ന് അടിമ പെൺകുട്ടിയായി ബാബിലോണിയയിലേക്ക് ഇസ്രായേലിൽ നിന്നും പിടിച്ചുകൊണ്ടുവരപ്പെട്ടതായ എസ്തേറിൽ നിന്നുകൊണ്ട് ഇസ്രായേൽ ജനതയ്ക്ക് വരുത്തിയതായ ആ വലിയ നന്മകളെക്കുറിച്ചും അത്ഭുതങ്ങളെക്കുറിച്ചും എല്ലാം പറയുന്നതായ ഒരു ചരിത്രമാണത്, ഒരു ചരിത്ര ഗ്രന്ഥമാണത്. വെറും അടിമ പെൺകുട്ടിയായിരുന്ന എസ്തേർ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയായി മാറുന്ന ഒരു ചരിത്രം അവിടെ നാം കാണുന്നുണ്ട്. എന്നാൽ അവിടെ അധികം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്നതായ ഒരു കഥാപാത്രമുണ്ട്. എസ്തേറിൻ്റെ എല്ലാ അഭിവൃദ്ധിക്കും നന്മകൾക്കും പുറകിൽ നിന്ന് പ്രവർത്തിച്ചതായ ചിറ്റപ്പനായ മൊർദെഖായി. ആ മൊർദെഖായി ആയിരുന്നു എസ്തേറിൻ്റെ പുറകിൽ നിന്ന് പ്രവർത്തിച്ചതായ ആ കഥാപാത്രം. എസ്തേറിൻ്റെ എല്ലാ നന്മകൾക്കും വേണ്ടി അവൾക്ക് വേണ്ടതായ നല്ല തക്ക സമയത്ത് വേണ്ടതായ എല്ലാ നല്ല ഉപദേശങ്ങളും കൊടുത്ത് അവൾക്ക് ഇത്രയും നല്ലൊരു പദവിയിലേക്ക് കടന്നു വരുവാൻ തക്കവണ്ണം അവളെ പിറകിൽ നിന്ന് പ്രോത്സാഹിപ്പിക്കുകയും പിന്തുണയ്ക്കുകയും ചെയ്ത വ്യക്തിയായിരുന്നു മൊർദെഖായി. എന്നാൽ നാം ഇവിടെ കാണുന്നുണ്ട് ഈ മൊർദെഖായിയെയും എസ്തേറിനെയും എല്ലാം ഇസ്രായേൽ യെരുശലേമിൽ നിന്ന് നെബൂഖദ്നേസർ രാജാവ് അടിമകളായി ബാബിലോണിയയിലേക്ക് പിടിച്ചുകൊണ്ടുവന്നവരുടെ കൂട്ടത്തിലുള്ളവരായിരുന്നു അവർ. എന്നാൽ മൊർദെഖായി എസ്തേറിനെ അഹശ്വേരോശ് രാജാവിൻ്റെ രാജ്ഞിയാകുവാനുള്ളതായ വേണ്ടതായ എല്ലാ ഒത്താശകളും ചെയ്തു. എസ്തേറിന് ആ ഭാഗ്യം ലഭിക്കുവാൻ വേണ്ടതായ എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുത്തു. എന്നാൽ ഒരു സമയം വന്നപ്പോൾ ഈ മൊർദെഖായിയെക്കുറിച്ച് അഹശ്വേരോശ് രാജാവിൻ്റെ പ്രധാനപ്പെട്ട ഒരു മന്ത്രിയായിരുന്ന ഹാമാൻ വളരെ തെറ്റിദ്ധാരണകൾ പരത്തുകയും ഹാമാനെ കുമ്പിട്ട് വണങ്ങിയില്ല എന്നുള്ളതായ ഏക കാരണത്താൽ മൊർദെഖായിക്ക് വേണ്ടി കഴുമരമൊരുക്കുകയും മൊർദെഖായിയെ തൂക്കിലേറ്റുവാനുള്ള പ്ലാനും പദ്ധതിയും എല്ലാം ഒരുക്കുകയും ചെയ്തു. എന്നാൽ അപ്പോൾ മൊർദെഖായി എസ്തേറിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്. മൊർദെഖായി എസ്തേറിനോട് മറുപടി പറവാനാണ് കൽപ്പിച്ചത്. നീ രാജധാനിയിൽ ഇരിക്കിയാൽ എല്ലാ യഹൂദന്മാരിലും വെച്ച് രക്ഷപ്പെട്ടു കൊള്ളാമെന്ന് നീ വിചാരിക്കേണ്ട. നീ ഈ സമയത്ത് മിണ്ടാതിരുന്നാൽ യഹൂദന്മാർക്ക് മറ്റൊരു സ്ഥലത്ത് നിന്ന് ഉദ്ധാരണവും രക്ഷയും ഉണ്ടാകും. എന്നാൽ നീയും നിന്റെ പിതൃഭവനവും നശിച്ചു പോകും. ഇങ്ങനെയുള്ള ഒരു കാലത്തിനായിട്ടല്ലയോ നീ രാജസ്ഥാനത്ത് വന്നിരിക്കുന്നത് ആർക്കറിയാം. മൊർദെഖായി എസ്തേറിനോട് ഒരു കാര്യം അറിയിക്കുവാനായി തൻ്റെ മറുപടിയിൽ അറിയിപ്പിൽ പറഞ്ഞു വിടുകയാണ്. എസ്തേറെ, നീ ഇപ്പോൾ രാജസ്ഥാനത്താണ് ഇരിക്കുന്നത്, നീ രാജാവിൻ്റെ രാജപത്നിയാണ്, നീ രാജ്ഞിയാണ്. പക്ഷേ ഇപ്പോൾ നീ നിന്റെ പിതൃഭവനത്തിനു വേണ്ടി, നിന്റെ കുടുംബത്തിനു വേണ്ടി, നിന്റെ ജനത്തിനു വേണ്ടി, നിന്റെ ജനമായ ഇസ്രായേൽ ജനത്തിനു വേണ്ടി നീ ഇപ്പോൾ ഒന്നും സംസാരിക്കാതിരുന്നാൽ ഇസ്രായേൽ ജനത്തിന് രക്ഷ മറ്റെവിടെ നിന്നെങ്കിലും വരും. കാരണം അവർ ദൈവത്തിൻ്റെ ജനമാണ്. ദൈവത്തിൻ്റെ ജനത്തിന് വേണ്ടതായ രക്ഷ ദൈവം ഒരുക്കും. പക്ഷേ നീ മിണ്ടാതിരുന്നാൽ നിനക്കാണ് ദോഷം വരുന്നത്. അതുകൊണ്ട് നീ ഇപ്പോൾ പ്രവർത്തിക്കേണ്ട സമയമാണ്. അപ്പോൾ എസ്തേർ രാജ്ഞി മൊർദെഖായിക്ക് കൊടുത്തുവിടുന്നതായ ഒരു മറുപടിയുണ്ട്. അതിൻ്റെ 16-ാമത്തെ വാക്യം
നീ ചെന്ന് ശൂശനിലുള്ള എല്ലാ യഹൂദന്മാരെയും ഒന്നിച്ചുകൂട്ടി നിങ്ങൾ 3 ദിവസം രാവും പകലും തിന്നുകയോ കുടിക്കുകയോ ചെയ്യാതെ എനിക്ക് വേണ്ടി ഉപവസിപ്പീൻ. ഞാനും എൻ്റെ ബാല്യക്കാരത്തികളും അങ്ങനെ തന്നെ ഉപവസിക്കും. പിന്നെ ഞാൻ നിയമപ്രകാരം അല്ലെങ്കിലും രാജാവിൻ്റെ അടുക്കൽ ചെല്ലും. ഞാൻ നശിക്കുന്നുവെങ്കിൽ നശിക്കട്ടെ. അത് എസ്തർ ഒരു തീരുമാനം എടുക്കുകയാണ്. മൊർദെഖായിയുടെ ആ കൽപ്പന പ്രകാരം എസ്തർ മൊർദെഖായിയോട് ഒരു മറുപടി പറഞ്ഞയക്കുകയാണ്. ഒരു കാര്യം ചെയ്യുക, നിങ്ങൾ പ്രാർത്ഥിക്കുക, 3 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിക്കുക. ഞാനും എൻ്റെ ബാല്യക്കാരും കൂടെ ഉപവസിക്കാം. പക്ഷേ നീ ഈ ശൂശൻ പട്ടണത്തിലുള്ള എല്ലാ യഹൂദന്മാരെയും വിളിച്ചു കൂട്ടിയിട്ട് ഒരു കാര്യം പറയണം. എല്ലാ യഹൂദ ജനവും എൻ്റെ ജനമായ ഇസ്രായേലൊക്കെയും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. 3 ദിവസം ഉപവാസത്തോടെ പ്രാർത്ഥിക്കണം. എന്നാൽ ആ പ്രാർത്ഥനയ്ക്കുള്ളതായ മറുപടി നാം 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്. ആ രാജാവിൻ്റെ ഉറക്കം കെടുത്തിയതായ ഒരു രാത്രി രാജാവിൻ്റെ ജീവിതത്തിൽ കടന്നു വരികയാണ്. ഹാമാൻ എന്ന് പറയുന്ന ദുഷ്ടനായ മന്ത്രി മൊർദെഖായിയെ കഴിവിലേറ്റുവാൻ വേണ്ടി എല്ലാം ഒരുക്കി വെച്ചു. എങ്കിലും ജീവനുള്ള ദൈവം പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തൻ്റെ വാതിലുകൾ തുറന്നു. അതെ, ദൈവപൈതലേ, നീ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തിയാണോ? ദൈവസന്നിധിയിൽ എപ്പോഴും മുട്ടുമടക്കുന്ന ഒരു വ്യക്തിയാണോ? എപ്പോഴും ഹൃദയത്തിലും പ്രാർത്ഥനാമുറിയിലും തൻ്റെ ജീവിത സമയം എല്ലാം സ്വർഗത്തിലെ ദൈവത്തിൻ്റെ അരികിലേക്ക് കണ്ണുകൾ ഉയർത്തുന്ന ഒരു വ്യക്തിയാണോ? ആത്മകണ്ണുകൾ ഉയർത്തി നമ്മുടെ ആവശ്യങ്ങളെല്ലാം ദൈവത്തോട് അറിയിക്കുന്ന ഒരു വ്യക്തിയാണോ? എങ്കിൽ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. അത് സ്വർഗത്തിൽ നിന്ന് ഉത്തരം വരിക തന്നെ ചെയ്യും. നാം പ്രാർത്ഥിക്കുന്ന ദൈവം ജീവനുള്ള ദൈവമാണ്. അവൻ മരിച്ചു മൺമറഞ്ഞു പോയ ദൈവമല്ല. കല്ലറകൾക്ക് അവനെ അടക്കി വയ്ക്കുവാൻ കഴിഞ്ഞില്ല. അതെ, അവൻ കല്ലോ മണ്ണോ മരമോ അല്ല, ജീവനുള്ള ദൈവമാണ്, വികാരങ്ങളുടെ ദൈവമാണ്. നമ്മുടെ കണ്ണുനീര് കണ്ടാൽ അടങ്ങിയിരിക്കുവാൻ കഴിയാത്ത ഒരു ദൈവമാണ്. നമ്മുടെ അരികിലേക്ക് കടന്നു വന്ന് നമ്മുടെ കണ്ണുനീര് തുടയ്ക്കുന്ന ഒരു ദൈവമാണ്. നമ്മുടെ പ്രാർത്ഥനകൾക്ക് ഉത്തരമരുളുന്ന ഒരു കർത്താവാണ്. ഇവിടെ എസ്തേർ പറഞ്ഞു വിടുന്ന ഒരു കാര്യമുണ്ട് മൊർദെഖായിയോട്. യഹൂദ ജനവും നീയും, അതെ, യഹൂദ ജനം മുഴുവനും 3 ദിവസം എനിക്ക് വേണ്ടി ഉപവസിച്ച് പ്രാർത്ഥിക്കട്ടെ. ഞാൻ പിന്നീട് രാജാവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലും. രാജാവിൻ്റെ അടുക്കിലേക്ക് വെറുതെ കടന്നു ചെല്ലുവാനുള്ള പെർമിഷൻ ഇല്ല. അവിടെ കടന്നു ചെല്ലുന്ന സമയം രാജാവിൻ്റെ കയ്യിലുള്ളതായ പൊൻചെങ്കോൽ തൻ്റെ നേരെ നീട്ടിയാൽ മാത്രമേ രാജസന്നിധിയിലേക്ക് പ്രവേശനമുള്ളൂ. വെറുതെ ആർക്കും അങ്ങോട്ട് കടന്നു ചെല്ലുവാൻ അനുവാദമില്ല. എപ്പോഴും രാജാവിനെ കാണുവാനുള്ളതായ അനുവാദം ആർക്കുമില്ല. എന്നാൽ 3 ദിവസത്തെ ഉപവാസ പ്രാർത്ഥന, ആ ഉപവാസം പ്രസിദ്ധമാക്കി ഇസ്രായേൽ ജനം മുഴുവനും, ദൈവത്തിൻ്റെ ജനം മുഴുവനും ഉപവസിച്ച് പ്രാർത്ഥിച്ചു. എസ്തേറിന് വേണ്ടി പ്രാർത്ഥിച്ചു. അതിൻ്റെ മറുപടി 6-ാം അധ്യായം 1-ാമത്തെ വാക്യം മുതൽ നാം ഇങ്ങനെ കാണുന്നു. അന്ന് രാത്രി രാജാവിന് ഉറക്കം വരായികയാൽ അവൻ ദിനവൃത്താന്തങ്ങൾ കുറിച്ചു വെച്ചിരിക്കുന്ന പുസ്തകം കൊണ്ടുവരുവാൻ കൽപ്പിച്ചു. അത് രാജാവിനെ വായിച്ചു കേൾപ്പിച്ചു. 1.5 കാവൽക്കാരായി രാജാവിന്റെ ഷണ്ടന്മാരിൽ ബിഗ്ദാന, തേരശ് എന്നീ 2 പേർ അഹശ്വേരോശ് രാജാവിനെ കയ്യേറ്റം ചെയ്യുവാൻ ശ്രമിച്ചിരുന്ന സംഗതി മൊർദെഖായി അറിവ് തന്നതായി അതിൽ എഴുതിയിരിക്കുന്നത് കണ്ടു. ഇതിനു വേണ്ടി മൊർദെഖായിക്ക് എന്ത് ബഹുമാനവും പദവിയും കൊടുത്തു എന്ന് രാജാവ് ചോദിച്ചു. ഒന്നും കൊടുത്തിട്ടില്ല എന്ന് രാജാവിനെ സേവിച്ചു നിന്ന ഭൃത്യന്മാർ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, രാജാവ് മറന്നുപോയി. ഒരിക്കൽ രാജാവിനെ കയ്യേറ്റം ചെയ്യുവാനായി രാജാവിന് തന്നെ 2 ഭൃത്യന്മാർ ശ്രമിച്ച വിവരം മൊർദെഖായി എസ്തർ മുഖാന്തരം രാജസന്നിധിയിൽ അറിയിക്കുകയും അങ്ങനെ ആ ഭൃത്യന്മാരെ പിടികൂടുകയും അവരെ കഴുമരത്തിലേറ്റുകയും എല്ലാം ചെയ്തതാണ്. പക്ഷെ അന്ന് രാജാവ് മൊർദെഖായിക്ക് വേണ്ടി എന്തെങ്കിലും നന്മ ചെയ്യുവാൻ മറന്നുപോയി. പക്ഷേ ഇവിടെ ദൈവജനം ഒന്നാകെ പ്രാർത്ഥിച്ചപ്പോൾ എസ്തേറും തൻ്റെ ജനവും ഒന്നായി ഒരു മനസ്സോടെ 3 ദിവസത്തെ ഉപവാസമെടുത്ത് പ്രാർത്ഥന ആരംഭിച്ചപ്പോൾ ജീവനുള്ള ദൈവം രാജാവിൻ്റെ ഉറക്കം കെടുത്തി. ആ രാജാവ് ദിനവൃത്താന്ത പുസ്തകമെടുത്ത് വായിക്കുവാൻ തുടങ്ങി. ആ പുസ്തകത്തിൽ ഈ വിവരം മൊർദെഖായി തൻ്റെ ജീവന് എതിരായി പ്രവർത്തിച്ചവർക്ക് വേണ്ടി അവരുടെ കാര്യം എസ്തേറിനോട് അറിയിച്ചതും ആ വിവരങ്ങളെല്ലാം എഴുതിയിരിക്കുന്നത് രാജാവ് വായിച്ചു. ഇതിന് പകരമായി മൊർദെഖായിക്ക് എന്തു കൊടുത്തു എന്നാണ് രാജാവിൻ്റെ ചോദ്യം. അതെ, ഒന്നും കൊടുത്തിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അതെ, ആ മൊർദെഖായിക്ക് വേണ്ടതെല്ലാം കൊടുക്കുവാൻ വേണ്ടി രാജാവ് കൽപ്പിക്കുകയാണ്. ഒരു പക്ഷേ ദൈവവേദന നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും അർഹിക്കുന്നതായ പല നന്മകളും ലഭിച്ചില്ല എന്നുള്ളതായ ഒരു പരാതിയോ അല്ലെങ്കിൽ ലഭിച്ചിട്ടില്ല എന്നുള്ളതായ ഒരു സങ്കടമോ നമ്മുടെ ജീവിതത്തിൽ കടന്നു വന്നിട്ടുണ്ടായിരിക്കാം. പക്ഷേ പ്രാർത്ഥനയ്ക്ക് തുറക്കുവാൻ കഴിയാത്ത ഒരു വാതിലുമില്ല. പ്രാർത്ഥനയ്ക്ക് മുൻപിൽ തുറക്കാത്തതായ ഒരു വാതിലുമില്ല. ഏതൊരു വ്യക്തി മറന്നുപോയാലും, ഏതൊരു രാജാവ് മറന്നുപോയാലും, രാജാവിൻ്റെ മന്ത്രി മറന്നുപോയാലും, എത്ര വലിയ ഉദ്യോഗസ്ഥന്മാർ മറന്നുപോയാലും, ഒരുപക്ഷെ നിന്റെ ഫയലിൽ സൈൻ ചെയ്യേണ്ടതായ ഉദ്യോഗസ്ഥൻ അത് മറന്നു വെച്ചിട്ട് പോയാലും നിനക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ഒരു പക്ഷേ നമുക്ക് ഗവൺമെൻറ് തലത്തിൽ നിന്ന് ഒരു സൈൻ കിട്ടേണ്ടതായ ഒരു പേപ്പർ ഉണ്ടായിരിക്കാം. വിദ്യാഭ്യാസ
കാലഘട്ടത്തിൽ നമുക്ക് ജയിക്കേണ്ടതായ ഒരു പരീക്ഷ ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നിന്ന് നമുക്ക് ലഭിക്കേണ്ടതായ നന്മകൾ പലപ്പോഴും നമുക്ക് തടസ്സപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കാം. ഒരു പക്ഷേ നമുക്ക് കിട്ടേണ്ടതായ നന്മകൾ പലരും മറന്നുപോയിട്ടുണ്ടായിരിക്കാം. എന്നാൽ സ്വർഗത്തിലെ ജീവനുള്ള ദൈവം ഒന്നും മറന്നു പോകുന്നില്ല. നാം കർത്താവിനെ ഓർപ്പിച്ചാൽ, നാം കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം അരുളുന്ന ഒരു ദൈവമുണ്ട്. ഇവിടെ രാജാവിൻ്റെ ഉറക്കം കെടുത്തിയിട്ട് ആ ദിനവൃത്താന്ത പുസ്തകം, ദൈവത്തിൻ്റെ പുസ്തകം എടുത്ത് വായിക്കുവാൻ രാജാവിന് തോന്നുകയാണ്. ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ തനിക്ക് ഉപകാരം ചെയ്ത മൊർദെഖായിയെ ബഹുമാനിക്കണമെന്നുള്ളതായ ആ ഓർമ്മ ദൈവം രാജാവിൻ്റെ ഹൃദയത്തിൽ ഇട്ടുകൊടുക്കുകയാണ്. അതേ പ്രിയപ്പെട്ടവരെ, രാജാവും രാജാവിൻ്റെ മന്ത്രിയായ ഹാമാനും ദൈവജനത്തെ തകർത്ത് കളയുവാനാണ് ശ്രമിച്ചത്. എസ്തേറിനെയും മൊർദെഖായിയെയും ആ കുലത്തെ ഒന്നാകെ മുടിച്ചു കളയണമെന്നാണ് അവർ ആഗ്രഹിച്ചത്. എന്നാൽ ജീവനുള്ള ദൈവം, തൻ്റെ ജനത്തിനു വേണ്ടി വലിയവ കരുതുന്ന ദൈവം, ആരെല്ലാം വലിയ വാൾ ഉയർത്തിയാലും, ആരെല്ലാം കഴുമരം തീർത്താലും, എന്നാൽ അതിനെയെല്ലാം മാറ്റി നിർത്തിയിട്ട് ദൈവജനത്തിനു വേണ്ടി അത്ഭുതം ചെയ്യുന്ന ഒരു കർത്താവ് ജീവിക്കുന്നു. ആ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നാം ജീവിതം വെച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കെതിരായി എഴുതപ്പെട്ടതായ നിയമങ്ങൾ പോലും മാറ്റി എഴുതുവാൻ കഴിവുള്ള ഒരു കർത്താവുണ്ട്. നമുക്ക് വേണ്ടി നിയമങ്ങൾ മാറ്റി എഴുതുന്ന ഒരു ദൈവം, നമുക്കെതിരായി എഴുതപ്പെട്ടതായ നിയമങ്ങളെ വൃഥാവാക്കുന്ന ഒരു ദൈവം, നിഷ്ഫലമാക്കുന്ന ഒരു കർത്താവ്. ആ കർത്താവിൻ്റെ കരങ്ങളിലാണ് നാം നമ്മുടെ ജീവിതം ഏൽപ്പിച്ചു കൊടുത്തിരിക്കുന്നത്. ദൈവം ഇതിലെ ഭയപ്പെടേണ്ട കാര്യമല്ല. ഇന്ന് സകലവും പ്രതികൂലമെന്ന് തോന്നിയാലും അനുകൂലമായ നാളുകൾ വരുന്നു. അതെ, അനുകൂലത്തിൻ്റെ കാറ്റ് വീശുന്നതായ നാളുകൾ വരുന്നു. നമുക്കെതിരായി നിൽക്കുന്നവർ അനുകൂലമാകുന്ന നാളുകൾ വരുന്നു. അവരെ നമുക്ക് വേണ്ടി ഉണർത്തുന്ന ഒരു ജീവനുള്ള ദൈവം ജീവിക്കുന്നു. ആ കർത്താവ് ഇന്നും പ്രവർത്തിക്കുന്നു. ഈ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ജീവിതം കൊടുത്തതാണ് നമ്മുടെ ഭാഗ്യം, നമ്മുടെ ഏറ്റവും വലിയ അനുഗ്രഹം. ഹല്ലേലൂയ. ഈ കർത്താവിന് വേണ്ടി ഇനിയും നമുക്ക് ജീവിക്കാം. കർത്താവിൻ്റെ പാദസേവ ചെയ്യാം. അവൻ്റെ കരങ്ങളിൽ അമർന്നിരുന്നു കൊണ്ട്, അവൻ്റെ കരങ്ങളിൽ മെരുങ്ങുന്ന ആയുധങ്ങളായി, കർത്താവിൻ്റെ കരങ്ങളിൽ ഉപയോഗിക്കപ്പെടുന്ന ഉപകരണങ്ങളായി നമുക്ക് മാറാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ വചനങ്ങളാൽ എല്ലാ ജീവിതങ്ങളും അനുഗ്രഹിക്കപ്പെടട്ടെ, ധന്യമാകട്ടെ. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമം മാത്രം എന്നും എന്നേക്കും സ്തുതിക്കപ്പെടുമാറാകട്ടെ.